ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് 10ാം ക്ലാസ് ബേസായിട്ടുള്ള എക്സാമുകളുമായി ബന്ധപ്പെട്ട് മുൻവർഷ ചോദ്യപേപ്പറാണ്. ഇത് 2011 LDC കാസർഗോഡ് ജില്ലയിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 83/2011. അപ്പോൾ ഇതിലാദ്യത്തെ ക്വസ്റ്റ്യൻ, സമ്മതിദായകരുടെ ദേശീയ ദിനം എന്നാണ്? ജനുവരി 25. ജനുവരി 25 സമ്മതിദായകരുടെ ദേശീയ ദിനം. ജനുവരി 25 കൂടാതെ ദേശീയ വിനോദസഞ്ചാര ദിനം കൂടിയാണ്. ദേശീയ വിനോദസഞ്ചാര ദിനം. മാർച്ച് 15 ലോക വികലാംഗ ദിനമാണ്. ലോക വികലാംഗ ദിനവും ലോക ഉപഭോക്തൃ ദിനവും മാർച്ച് 15. മെയ് 12 ആതുര ശുശ്രൂഷ ദിനമാണ്. ആതുര ശുശ്രൂഷ ദിനമാണ് മെയ് 12. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. സൗത്ത് കരോളൈനയുടെ ഗവർണറായി സ്ഥാനമേറ്റ ഇന്ത്യൻ വംശജ? നിക്കി ഹാലി. നിക്കി ഹാലി ആയിരുന്നു സൗത്ത് കരോളൈനയുടെ ഗവർണറായി സ്ഥാനമേറ്റ ഇന്ത്യൻ വംശജ. റഡാറിൽ ദൃശ്യമാകാത്ത വിധത്തിലുള്ള ചൈനയുടെ യുദ്ധവിമാനം? J-20. J-20 ആണ് റഡാറിൽ ദൃശ്യമാകാത്ത വിധത്തിലുള്ള ചൈനയുടെ യുദ്ധവിമാനം. ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമസേന ചൈനീസ് വ്യോമസേനയാണ്. ചൈനീസ് വ്യോമസേന. ലോകത്ത് 3ാം സ്ഥാനമാണ് ചൈനീസ് വ്യോമസേനയ്ക്കുള്ളത്. ലോകത്ത് 3ാം സ്ഥാനം. ലോകത്തിലെ ഏറ്റവും വലിയ വ്യോമസേനയുള്ള രാജ്യം അമേരിക്കയാണ്. 2ാം സ്ഥാനം റഷ്യക്കാണ്. ലോകത്ത് 7ാം സ്ഥാനമാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്കുള്ളത്. നഭസ്പർശം ദീപ്തം എന്നാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ആപ്തവാക്യം. ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം 2011 ആർക്കാണ് ലഭിച്ചത്? 2011 ആർക്കും തന്നെ ലഭിച്ചിട്ടില്ല. ഓപ്ഷൻ ബി, ആർക്കുമില്ല. 2019 ലഭിച്ചത് ഒന്ന് പ്രണാബ് മുഖർജി. പ്രണാബ് മുഖർജിക്കും ഭൂപൻ ഹസാരിക്കും നാനാജി ദേശ്മുഖിനുമാണ് 2019 ലഭിച്ചത്. നാനാജി ദേശ്മുഖിനും ഭൂപൻ ഹസാരിക്കും പ്രണാബ് മുഖർജിക്കുമാണ് 2019 ഭാരതരത്ന ലഭിച്ചത്. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സ്ഥിരം പ്രതിനിധി? ഈ എക്സാം നടക്കുമ്പോൾ ഹർദീപ് പുരി ആയിരുന്നു ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സ്ഥിരം പ്രതിനിധി. എന്നാൽ ഇപ്പോഴത്തെ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി സയ്യിദ് അക്ബറുദ്ദീനാണ്. സയ്യിദ് അക്ബറുദ്ദീനാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി. സയ്യിദ് അക്ബറുദ്ദീൻ. സയ്യിദ് അക്ബറുദ്ദീൻ. 34ാം ദേശീയ ഗെയിംസിന് ദീപം തെളിയിച്ചതാരെ? ഇതിന് ശരിയുത്തരമില്ല. സമ്പത്തിനെ പറ്റിയുള്ള പഠനശാഖ ഏത് പേരിൽ അറിയപ്പെടുന്നു? അഫ്നോളജി. അഫ്നോളജി എന്നാണ് സമ്പത്തിനെ പറ്റിയുള്ള പഠനശാഖ അറിയപ്പെടുന്നത്. സൗദി അറേബ്യയിലേക്ക് പലായനം ചെയ്ത ടുണീഷ്യൻ പ്രസിഡന്റ്? ബെൻ അലി. ബെൻ അലിയാണ് സൗദി അറേബ്യയിലേക്ക് പലായനം ചെയ്ത ടുണീഷ്യൻ പ്രസിഡന്റ്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് സൈനുൽ ആബ്ദീൻ ബിൻ അലി എന്നാണ്. സൈനുൽ ആബ്ദീൻ ബിൻ അലി. ഫ്രാൻസ് എന്ന യൂറോപ്യൻ രാജ്യത്തിൻ്റെ കോളനിയായിരുന്നു ടുണീഷ്യ. ടുണീഷ്യ സ്വാതന്ത്ര്യം നേടിയ വർഷം 1956. തലസ്ഥാനം ട്യൂണിസ് ആണ്. നാണയം ട്യൂണീഷ്യൻ ദിനാറാണ്. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന് 2014 ആതിഥ്യം വഹിക്കുന്ന രാജ്യം? ബ്രസീൽ. ബ്രസീലായിരുന്നു 2014 ഫുട്ബോൾ മത്സരത്തിന് ആധിപത്യം വഹിച്ച രാജ്യം. 2018 വേൾഡ് കപ്പ് റഷ്യയിൽ വെച്ചിട്ടായിരുന്നു നടന്നത്. ഇനി അടുത്ത് നടക്കാൻ പോകുന്നത് 2022 2022 ഖത്തറിൽ വെച്ചിട്ടാണ് വേൾഡ് കപ്പ് നടക്കുന്നത്. ഖത്തർ. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ്? ആൽബർട്ട് ഹൊവാർഡ്. ആൽബർട്ട് ഹൊവാർഡാണ് ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ഏത് രാജ്യക്കാരുടെ സംഭാവനയാണ്? ഡച്ചുകാർ. ഡച്ചുകാരുടെ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? മാസ്റ്റർ
റാൽഫിച്ച്. മാസ്റ്റർ റാൽഫിച്ചിനെയാണ് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. കേരളത്തിൽ ആദ്യമെത്തിയ ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫിച്ച്. 1583 കേരളത്തിൽ ആദ്യമെത്തിയ ഇംഗ്ലീഷുകാരൻ മാസ്റ്റർ റാൽഫിച്ചാണ്. 1583 റാൽഫിച്ച് സന്ദർശിച്ച കേരളത്തിലെ സ്ഥലം കൊച്ചിയാണ്. എന്നാൽ വ്യാപാരാർത്ഥം കേരളത്തിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ ക്യാപ്റ്റൻ കീലിംഗ് ആണ്. 1615 ക്യാപ്റ്റൻ കീലിംഗ് 1615 അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫിച്ച്. അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരൻ മാസ്റ്റർ റാൽഫിച്ചാണ്. വാസ്കോഡ ഗാമ 3ാം തവണ കേരളത്തിൽ വന്നത് ഏത് വർഷം? 1524. 1524 വാസ്കോഡ ഗാമ 3ാം തവണ കേരളത്തിലെത്തിയത്. ക്രിസ്ത്യൻ ദേവാലയമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഗാമയും സംഘവും പ്രാർത്ഥന നടത്തിയ കോഴിക്കോട്ടെ ക്ഷേത്രം പുത്തൂർ ക്ഷേത്രമാണ്. പുത്തൂർ ക്ഷേത്രം. വാസ്കോഡ ഗാമയുടെ ഭൗതികാവശിഷ്ടം അടക്കം ചെയ്ത കേരളത്തിലെ പള്ളി സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചാണ്. കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്. ദ കരിയർ ആൻഡ് ലെജൻഡ് ഓഫ് വാസ്കോഡ ഗാമ എന്ന പുസ്തകം രചിച്ചത് സഞ്ജയ് സുബ്രഹ്മണ്യമാണ്. ദ കരിയർ ആൻഡ് ലെജൻഡ് ഓഫ് വാസ്കോഡ ഗാമ, സഞ്ജയ് സുബ്രഹ്മണ്യം. ചട്ടമ്പി സ്വാമികളുടെ കുട്ടിക്കാലത്തെ പേര്? കുഞ്ഞൻപിള്ള. കുഞ്ഞൻപിള്ള എന്നായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ കുട്ടിക്കാലത്തെ പേര്. സ്വദേശാഭിമാനി പത്രം ആരുടെ ഉടമസ്ഥയിലുള്ളതായിരുന്നു? വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥയിലുള്ളതായിരുന്നു സ്വദേശാഭിമാനി പത്രം. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് 1905 ജനുവരി 19 അഞ്ചുതെങ്ങിൽ നിന്നാണ്. 1905 ജനുവരി 19 അഞ്ചുതെങ്ങിൽ നിന്ന്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ CP ഗോവിന്ദപിള്ളയാണ്. CP ഗോവിന്ദപിള്ള. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആപ്തവാക്യം ഭയകൗടില്യ ലോപങ്ങൾ വളർത്തില്ലൊരു നാടിനെ എന്നാണ്. ഭയകൗടില്യ ലോപങ്ങൾ വളർത്തില്ലൊരു നാടിനെ. ഇംഗ്ലണ്ടിലെ വാർത്താ ഏജൻസിയായ റോയിട്ടറുമായി ബന്ധമുണ്ടായിരുന്ന ആദ്യ മലയാള പത്രമാണ് സ്വദേശാഭിമാനി. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അൽ ഇസ്ലാം, ദീപിക എന്നീ മാസികകൾ പുറത്തിറക്കിയതും വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സ്വദേശാഭിമാനിയുടെ പത്രാധിപരായി രാമകൃഷ്ണപിള്ള ചുമതലയേറ്റത് 1906 രാമകൃഷ്ണപിള്ള ചുമതലയേറ്റത് 1906 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവ് ശ്രീമൂലം തിരുനാളാണ്. ശ്രീമൂലം തിരുനാൾ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയ തിരുവിതാംകൂർ ദിവാൻ P. രാജഗോപാലാചാരിയാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് പയ്യാമ്പലത്താണ്. കണ്ണൂരിലെ പയ്യാമ്പലത്ത്. റോമൻ ദേവതയായ വീനസിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം? ശുക്രൻ. ശുക്രനാണ് റോമൻ ദേവതയായ വീനസിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം. മനുഷ്യൻ്റെ നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം? 33. 33 മനുഷ്യൻ്റെ നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം. അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ? വിറ്റാമിൻ ബി. വിറ്റാമിൻ ബി ആണ് അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ. ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച ലഘുഭാര പോർ വിമാനം? തേജസ്. തേജസ് ആണ് ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച ലഘുഭാര പോർ വിമാനം. തേജസ് വിമാനത്തിൽ ഉപയോഗിക്കുന്ന എഞ്ചിൻ കാവേരിയാണ്. തേജസ് വിമാനത്തിൽ ഉപയോഗിക്കുന്ന എഞ്ചിൻ്റെ പേര് കാവേരി എന്നാണ്. കാവേരി എഞ്ചിൻ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബാംഗ്ലൂരാണ്. ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ് GTRE ബാംഗ്ലൂർ. ഇന്ത്യയിൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാപനം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് ആണ്. ബാംഗ്ലൂരിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ്. എയർഫോഴ്സ് ടെക്നിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ജലഹള്ളിയാണ്. ബാംഗ്ലൂരിലെ ജലഹള്ളി. ചൈനീസ് പൊട്ടറ്റോ എന്നറിയപ്പെടുന്ന കാർഷിക വിള കൂർക്കയാണ്. കൂർക്കയാണ് ചൈനീസ് പൊട്ടറ്റോ എന്നറിയപ്പെടുന്ന കാർഷിക വിള. സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്നത് കൈതച്ചക്കയാണ്. സ്വർഗീയ ഫലം കൈതച്ചക്കയാണ്. വെളുത്ത സ്വർണം കശുവണ്ടി പരിപ്പാണ്. കശുവണ്ടി പരിപ്പ് വെളുത്ത സ്വർണം എന്ന പേരിൽ അറിയപ്പെടുന്നു. പച്ച സ്വർണം എന്ന പേരിൽ അറിയപ്പെടുന്നത് വാനിലയാണ്. വാനില.
തരിശുഭൂമിയിലെ സ്വർണം എന്നറിയപ്പെടുന്നത് കശുമാവാണ്. പ്രകൃതിയുടെ ടോണിക്ക് വാഴപ്പഴമാണ്. പ്രകൃതിയുടെ ടോണിക്ക്. പാവപ്പെട്ടവൻ്റെ തടി എന്നറിയപ്പെടുന്നത് മുളയാണ്. പാവപ്പെട്ടവൻ്റെ തടി മുള. പാവപ്പെട്ടവൻ്റെ ആപ്പിൾ തക്കാളിയാണ്. പാവപ്പെട്ടവൻ്റെ ആപ്പിൾ തക്കാളി. ചൈനീസ് ആപ്പിൾ എന്നറിയപ്പെടുന്നത് ഓറഞ്ചാണ്. ചൈനീസ് ആപ്പിൾ ഓറഞ്ച്. ചൈനീസ് റോസ് എന്നറിയപ്പെടുന്നത് ചെമ്പരത്തിയാണ്. ചെമ്പരത്തി. ജമൈക്കൻ പെപ്പർ എന്നറിയപ്പെടുന്നത് സർവ്വസുഗന്ധിയാണ്. ജമൈക്കൻ പെപ്പർ സർവ്വസുഗന്ധി എന്നിവയിൽ അറിയപ്പെടുന്നു. ഇന്ത്യൻ ഫയർ എന്നറിയപ്പെടുന്നത് അശോകമാണ്. ഇന്ത്യൻ ഫയർ അശോകം. ഇന്ത്യയുടെ ഈന്തപ്പഴം എന്നറിയപ്പെടുന്നത് പുളിയാണ്. ഇന്ത്യയുടെ ഈന്തപ്പഴം എന്നറിയപ്പെടുന്നത് പുളിയാണ്. ഇന്ത്യയിൽ നിന്ന് ഏത് വിദേശ പട്ടണത്തിലേക്കാണ് ആദ്യമായി ISD ഫോൺ ലഭ്യമായത്? ലണ്ടൻ. ഇന്ത്യയിൽ നിന്ന് ലണ്ടനിലേക്കാണ് ആദ്യമായി ISD ഫോൺ ലഭ്യമായത്. ഇന്ത്യയിലെ ആദ്യത്തെ STD ലൈൻ നിലവിൽ വന്നത് കാൺപൂരിലും ലക്നൌവിനും ഇടയിലാണ്. കാൺപൂരിനും ലക്നൌവിനും ഇടയിലാണ് 1960-ൽ. എയ്ഡ്സ് വൈറസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? ലുക്ക് മോണ്ടെജീനിയൻ. ലുക്ക് മോണ്ടെജീനിയാണ് എയ്ഡ്സ് വൈറസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ഞെള്ളാനി ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏലം. ഞെള്ളാനി എന്നത് ഏലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണിയാണ് ഏലം. ഏലത്തിൻ്റെ ശാസ്ത്രീയ നാമം എലറ്റേറിയം കാർഡമോമം എന്നാണ്. എലറ്റേറിയം കാർഡമോമം. ലോകത്തെ ഏറ്റവും കൂടുതൽ ഏലം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഗ്വാട്ടിമാലയാണ്. ഗ്വാട്ടിമാല. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഏലം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ്. വല്ലാർപാടം ടെർമിനലിൻ്റെ നടത്തിപ്പ് ചുമതല ആരാണ് നിർവഹിക്കുന്നത്? ദുബായ് പോർട്ട് വേൾഡ്. ദുബായ് പോർട്ട് വേൾഡാണ് വല്ലാർപാടം ടെർമിനലിൻ്റെ നടത്തിപ്പ് ചുമതല നിർവഹിക്കുന്നത്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ ഉദ്ഘാടനം ചെയ്തത് മൻമോഹൻ സിംഗ് ആണ്. അന്താരാഷ്ട്ര വനവർഷമായി ആചരിക്കുന്നത്? 2011. 2011 അന്താരാഷ്ട്ര വനവർഷമായി ആചരിച്ചത്.